നമ്മൾ കർക്കിടക മാസമൊക്കെയാണ്, ദിവസവും രാമായണത്തെക്കുറിച്ച് ചെറിയ ചെറിയ വീഡിയോകളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. കുറച്ച് ദിവസം സമയക്കുറവുകൊണ്ടൊക്കെ വീഡിയോകൾ ചെയ്യാൻ കഴിഞ്ഞില്ല. എങ്കിലും ഇന്നൊരു ചെറിയ വീഡിയോ നമ്മൾ ചെയ്യുകയാണ്. രാമായണത്തിലെ ലക്ഷ്മണൻ എന്ന് കേട്ടിട്ടുണ്ടോ? ലക്ഷ്മണൻ എന്ന് പറയുന്നത് ശ്രീരാമൻ്റെ അനുജൻ. രാമായണത്തിലെ ശ്രീരാമൻ്റെ അനുജനാണ് ലക്ഷ്മണൻ, സുമിത്രയുടെ പുത്രൻ. അതുപോലെ തന്നെ ലക്ഷ്മണൻ ശേഷനാഗത്തിൻ്റെ അവതാരമാണെന്ന് രാമായണം പറയുന്നുണ്ട്. ശേഷനാഗത്തിൻ്റെ അവതാരം. ശ്രീരാമൻ, മഹാവിഷ്ണു ശ്രീരാമനായിട്ട് ഭൂമിയിൽ അവതരിച്ച സമയത്ത് ശ്രീരാമനെ സേവിക്കാനായിട്ട് ശേഷനാഗം ലക്ഷ്മണനായി അവതരിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ലക്ഷ്മണൻ എന്ന് പറഞ്ഞാൽ കരുത്തിൻ്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ വളരെ മുന്നിലാണ്. അതുപോലെ തന്നെ ദേഷ്യത്തിൻ്റെ കാര്യത്തിൽ, കോപത്തിൻ്റെ കാര്യത്തിലും ലക്ഷ്മണൻ എന്താണ്? മുന്നിലാണ്. ശ്രീരാമന് ദശരഥ മഹാരാജാവ് കൈകേയിയുടെ നിർദ്ദേശപ്രകാരം വനവാസം വിധിച്ചു എന്നറിഞ്ഞപ്പോൾ ശ്രീരാമനും സീതാദേവിയും വനത്തിലേക്ക് പോകാനിരുന്ന സമയത്ത് ലക്ഷ്മണൻ ഓടിപ്പാഞ്ഞെത്തുകയാണ്. കോപാകുലനായി എത്തുന്ന ലക്ഷ്മണൻ അയോധ്യ തന്നെ നശിപ്പിക്കാനായിട്ട് എത്തുകയാണ് ലക്ഷ്മണൻ. കാരണം അത്ര കോപാകുലനായിട്ട് എത്തുകയാണ്. അയോധ്യ രാജധാനിയെ തന്നെ നശിപ്പിക്കാനായി എത്തുന്ന ലക്ഷ്മണനെ ശ്രീരാമൻ ലക്ഷ്മണോപദേശം കൊണ്ട് ശാന്തനാക്കുകയാണ്. ലക്ഷ്മണോപദേശം എന്ന് പറഞ്ഞാൽ ശാന്തനാക്കുകയാണ്. ലക്ഷ്മണോപദേശത്തിൽ പറയുന്നുണ്ട്, ശ്രീരാമൻ കൃഷ്ണനോട് പറയുന്നുണ്ട്, കോപം വരുത്തി വെക്കുന്ന വിനകളെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് ലക്ഷ്മണോപദേശത്തിൽ പറയുന്നുണ്ട്. ശ്രീരാമൻ ലക്ഷ്മണന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ശ്രീരാമൻ്റെ ഉപദേശങ്ങളൊക്കെ ശ്രമിച്ച് ലക്ഷ്മണൻ ശാന്തനായി മാറുകയാണ്. ജീവിതത്തിൽ കോപം വരുത്തി വെക്കുന്ന വിനകൾ എന്തൊക്കെയാണ് എന്ന് രാമായണത്തിലൂടെ രാമായണം നമ്മെ കാണിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഞാൻ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞതുപോലെ, ജീവിതത്തിൽ എന്ത് ചെയ്യുക? കോപത്തെ നമ്മുടെ ജീവിതത്തിൽ നിന്നും അകറ്റി നിർത്തുക. ക്ഷമ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കുക. ക്ഷമയെ നിങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഒരു പരിധിവരെ ജീവിതത്തിൽ വിജയിച്ചു എന്നാണ്. പിന്നെ കുറച്ച് കഠിനാധ്വാനം ചെയ്യാനുള്ള മനസ്സുമൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ വിജയിച്ചു. പക്ഷെ നമ്മൾ ആദ്യം വേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ക്ഷമ നമ്മുടെ ജീവിതത്തിൽ ഒരു ഭാഗമാക്കണം. ക്ഷമയില്ലെങ്കിൽ എത്ര തന്നെ ഉയരത്തിലെത്തിയാലും ജീവിതത്തിൽ എത്ര തന്നെ ഹൈറ്റ്സിൽ എത്തിച്ചേർന്നാലും ചിലപ്പോൾ ക്ഷമ ഇല്ല എങ്കിൽ ജീവിതം തകർന്നു പോകുമെന്നാണ് കേട്ടോ. അത് നമ്മളെപ്പോഴും മനസ്സിലാക്കണം. അതുപോലെ കേരളത്തെ പ്രസിദ്ധമായ ഒരു ലക്ഷ്മണ ക്ഷേത്രമാണ്. എവിടെയാണെന്നറിയാമോ? മൂഴിക്കുളം ലക്ഷ്മണ ക്ഷേത്രം. നാലമ്പല ദർശനമൊക്കെ നടത്തുന്ന സമയത്ത് ഈ മൂഴിക്കുളം ലക്ഷ്മണ ക്ഷേത്രത്തിലൊക്കെ ആളുകൾ പോകാറുണ്ട്.